KSU മുൻ യൂണിറ്റ് പ്രസിഡന്റിന് ജില്ലാ പ്രസിഡന്റിന്റെ മർദ്ദനം. മഹാരാജാസ് കോളേജിലെ KSU മുൻ യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് നിയാസിനെയാണ് ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മർദ്ദിച്ചത്. മദ്യപിച്ച് ആക്രമിച്ചുവെന്നാണ് പരാതി. പരാതിയുടെ പകർപ്പ് കൈരളി ന്യൂസിന് ലഭിച്ചു. അമൽ കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. അമൽ, ഇതെന്താണ് സംഭവിച്ചിരിക്കുന്നത്? മനു, ഇന്നലെയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ ഒരു സംഭവം നടക്കുന്നത്. മഹാരാജാസ് കോളേജിലെ KSUവിൻ്റെ മുൻ പ്രസിഡന്റിന് നേരെയാണ് ഇത്തരത്തിൽ ഈ ഒരു മർദ്ദനമുണ്ടായത്. KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്നുമാണ് മർദ്ദനം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ ഈ മഹാരാജാസ് കോളേജിൽ ഇത്തരത്തിൽ യൂണിറ്റ് സമ്മേളനം നടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ യൂണിറ്റ് കമ്മിറ്റിക്കിടയിലായിരുന്നു ഇത്തരത്തിൽ ഈ ഒരു സംഘർഷം, അല്ലെങ്കിൽ ആദ്യം വാക്കുതർക്കത്തിലേക്ക് പോകുന്നു, പിന്നീടാണ് ഇത്തരത്തിൽ ഈ ഒരു സംഘർഷം ഉണ്ടാകുന്നത്. ഈ ഒരു കമ്മിറ്റിക്ക് ശേഷം ഈ യൂണിറ്റ് പ്രസിഡന്റ് പുറത്തേക്ക് വരികയും പുറത്ത് ഈ കോളേജിൻ്റെ ആ ഒരു ഗേൾസ് ഹോസ്റ്റലിൻ്റെ ഭാഗത്ത് നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ ജില്ലാ പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഒരു കാറിൽ ഈ മുൻ യൂണിറ്റ് പ്രസിഡന്റ് അടുത്തേക്ക് വരുന്നത്. ശേഷം ഈ മുൻ യൂണിറ്റ് പ്രസിഡന്റിനെ ഈ കാറിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോവുകയും ശേഷം ഒരു ആളൊഴിഞ്ഞ സ്ഥലത്ത് കാർ നിർത്തി മർദ്ദിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. KSUവിൻ്റെ മുൻ പ്രസിഡന്റ് മുഹമ്മദ് നിയാസിനാണ് ഇത്തരത്തിൽ ഗുരുതരമായ രീതിയിൽ മർദ്ദനം ഏറ്റിട്ടുണ്ടായിരുന്നത്. ഈ ജില്ലാ പ്രസിഡന്റ്, അദ്ദേഹത്തിൻ്റെ പേര് KM കൃഷ്ണലാൽ എന്നാണ്. ഈ ജില്ലാ പ്രസിഡന്റിൻ്റെ കൂടെ തന്നെ മറ്റ് ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെ ഇദ്ദേഹത്തെ മുൻ യൂണിറ്റ് പ്രസിഡന്റിനെ ആക്രമിക്കാൻ ഉണ്ടായിരുന്നു എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ജില്ലാ ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ ഇത്തരത്തിൽ മർദ്ദനത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. ഈ മർദ്ദനം ഏറ്റ നിയാസ് നിലവിൽ KSUവിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയായി ഭാരവാഹിത്വമുള്ള വ്യക്തി കൂടിയാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രധാനമായും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഇത്തരത്തിൽ ഈ KSU എന്ന വിദ്യാർത്ഥി സംഘടനക്ക് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിൽ വലിയ രീതിയിലുള്ള പങ്കുണ്ട് എന്നതാണ്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നിലവിൽ ഈ ഒരു മർദ്ദനവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ലഹരിക്ക് പങ്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കാരണം നിലവിൽ ഇപ്പോൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് KSUവിൻ്റെ മഹാരാജാസിലെ മുൻ യൂണിറ്റ് പ്രസിഡന്റ് പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയിൽ വളരെ വ്യക്തമായ രീതിയിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, തനിക്കെതിരെ ഈ ജില്ലാ പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ മറ്റ് ജില്ലാ ഭാരവാഹികളുടെ ഭാഗത്തു നിന്നും മർദ്ദനം ഉണ്ടാകുമ്പോൾ ഇവർ മദ്യപിച്ചിരുന്നു എന്ന് കൃത്യമായ രീതിയിൽ തന്നെ ഈ പരാതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് നിലവിൽ ജില്ലാ നേതൃത്വമടക്കം ഇത്തരത്തിൽ മദ്യത്തിൻ്റെ ലഹരിയിൽ ഈ ഒരു ആക്രമണം അഴിച്ചുവിടുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം മഹാരാജാസ് കോളേജിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അതായത് ഇത്തരത്തിൽ യൂണിറ്റ് കമ്മിറ്റിയുടെ ഭാഗമായി മുൻ യൂണിറ്റ് പ്രസിഡന്റിന് നേരെയാണ് നിലവിലത്തെ ജില്ലാ പ്രസിഡന്റിൻ്റെയും സംഘത്തിൻ്റെയും ഭാഗത്തുനിന്ന് ക്രൂരമായ മർദ്ദനം ഉണ്ടായിരിക്കുന്നത്. മനു, അമൽ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.